മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ലീഗ് മുഖപത്രം. തോൽവിക്ക് കാരണം ഭരണവീഴ്ചയാണെന്ന് PR സംഘവും മുഖ്യമന്ത്രിയും തിരിച്ചറിഞ്ഞിട്ടില്ല. വീണ്ടും തോറ്റാൽ പാർട്ടിയെ കാണാൻ മ്യൂസിയത്തിൽ പോകേണ്ടി വരുമെന്നും പരിഹാസം. CK വിജയൻ വിവരങ്ങൾ നൽകും. CK, എല്ലാ ഇടങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയരുകയാണ്. എല്ലാവരും ഒരേ ഭാഷയിൽ ഒരേ കാര്യങ്ങൾ പറയുന്നു. എന്താണ് ലീഗിന്റെ വിമർശനം? ഇന്നലെ കോഴിക്കോട് നടന്ന NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ ചില പരാമർശങ്ങളോട് ചേർത്ത് വേണം ഇന്നത്തെ ചന്ദ്രികയുടെ എഡിറ്റോറിയൽ ചേർത്ത് വായിക്കാൻ. അതിൽ അദ്ദേഹം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഗിന് അതിൻ്റെ രാഷ്ട്രീയ മുഖം നഷ്ടപ്പെട്ടു എന്നും ലീഗിൻ്റെ മുഖം പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഉൾപ്പെടെയുള്ളവരുടെ മുഖമായി മാറി എന്നുമായിരുന്നു. ആ വിമർശനം വന്നതിൻ്റെ തൊട്ട് പുലർച്ചെ, അതായത് തൊട്ടടുത്ത ദിവസത്തെ ഇറങ്ങിയ പത്രത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ചന്ദ്രിക രംഗത്ത് വന്നത്. അദ്ദേഹത്തിൻ്റെ, അതായത് മുഖ്യമന്ത്രിയുടെ ഒരു കാരിക്കേച്ചർ വച്ചാണ് ഈ എഡിറ്റോറിയൽ തുടങ്ങുന്നത്. മുഖം നന്നാകാത്തതിന് കണ്ണാടി തല്ലിപ്പൊളിച്ചത് കൊണ്ട് കാര്യമുണ്ടോ എന്ന ചോദ്യവുമായാണ് ഈ ചന്ദ്രികയിലെ ലേഖനം അല്ലെങ്കിൽ എഡിറ്റോറിയൽ വരുന്നത്. അതിൽ ഉടനീളം മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ്. ലീഗിനെ ചേർത്ത് നിർത്താൻ വേണ്ടി ശ്രമിച്ചു, അത് പരാജയപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിൽ ഒരു വിമർശനം ഉണ്ടായത്. സാമുദായിക വോട്ടുകൾ ചോർന്നതിൻ്റെ കാരണം വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്തിയതും ആ വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന നായകനായി വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്തി. ആ വെള്ളാപ്പള്ളി നടേശനാണ് ഇപ്പോൾ ഈഴവ വോട്ടുകൾ മൊത്തത്തിൽ BJP പാളയത്തിൽ എത്തിച്ചത് എന്നതുൾപ്പെടെയുള്ള വലിയ വിമർശനങ്ങൾ ഈ എഡിറ്റോറിയൽ ഉടനീളം ഉന്നയിക്കുന്നു. ഒരിടത്ത് മുഖ്യമന്ത്രിയെ മുണ്ടെടുത്ത മോദിയായി വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, CK.